നമസ്കാരം. എല്ലാവർക്കും മാത്സിമത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റാക്കിംഗ് ഡോട്ട്സ്. റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു. ഇവിടെ 3 ട്രയാങ്കിൾസ് ത്രികോണങ്ങളുണ്ട്. അത് ഡോട്ട്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ പൊട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഓരോ ത്രികോണത്തിലെയും കുത്തുകളുടെ എണ്ണം എത്രയാണെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് ട്രയാങ്കിളിൽ എത്ര കുത്തുകളുണ്ട്? 1 2 3. സെക്കൻഡ് ട്രയാങ്കിളിൽ 1 2 3 4 5 6. ആൻഡ് തേർഡ് ട്രയാങ്കിളിൽ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. അതായത് ഇനി വരുന്ന 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ ഡോട്ടുകളുടെ എണ്ണം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കോമൺ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ 3 ഡോട്ട്സ് ആയിരുന്നു, 3 കുത്തുകളായിരുന്നു. ഇവിടെ ഓൾറെഡി ആ 3 ഡോട്ട്സ് ഉണ്ട്. ഒപ്പം ലാസ്റ്റ് ലൈനിൽ +3 ചെയ്തിട്ടുണ്ട് അല്ലേ? 3 + 3 ചെയ്തപ്പോഴാണ് നമുക്ക് 6 കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ ഓൾറെഡി ആ 6 പൊട്ടുകളുണ്ട്. ലാസ്റ്റ് ലൈനിൽ എത്ര പൊട്ടുകൾ കൂടി ആഡ് ചെയ്തു? 4. 6 + 4 ചെയ്തപ്പോഴാണ് നമുക്ക് 10 കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ത്രികോണത്തിൽ അവസാനത്തെ ലൈനിൽ 5 ഡോട്ടുകൾ കൂടി ആഡ് ചെയ്യും. അതായത് നമുക്ക് അവിടെ 10 + 5 ദാറ്റ് ഈസ് 15 ഡോട്ടുകൾ ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന ട്രയാങ്കിളിൽ ലാസ്റ്റ് ലൈനിൽ ഒരു 6 ഡോട്ട്സ് കൂടി ആഡ് ചെയ്യും. ഇപ്പോൾ 15 + 6 ഇപ്പോൾ എന്ത് വരും? 21 ഡോട്ട്സ് വരും. പിന്നെ വരുന്ന ത്രികോണത്തിൽ 7 ഡോട്ട്സ് കൂടി ലാസ്റ്റ് ലൈനിൽ ഉണ്ടാവും. ഇപ്പോൾ 21 + 7 അതായത് 28 ഡോട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം.